അതുപോലെ എന്തുകൊണ്ടാണ് പ്രിയദർശൻ സാർ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതിലെ അതിൽ തന്നെ 1970 ഇറങ്ങിയ ഓളവും തീരവും എന്തുകൊണ്ടാണ് 60 ഇറങ്ങിയ ഓളവും തീരവും അപ്പോൾ വീണ്ടും എന്തുകൊണ്ടാണ് അത് റീക്രിയേറ്റ് ചെയ്യാവുന്നൊരു നമ്മൾ ലാൽ സാറിന് വേണ്ടി ഏത് കഥ എന്നുള്ളത് കുറേ നമ്മൾ ആലോചിച്ചു, പല കഥകളും ആലോചിച്ചു. അങ്ങനെയുള്ളപ്പോഴാണ് പ്രിയൻ സാർ പറയുന്നത് സാറിന് ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അങ്ങനെ അത് പ്രൊഡ്യൂസേഴ്സായിട്ട് ആലോചിച്ചു. അപ്പം അവർക്കും താല്പര്യമായി, പ്ലാറ്റ്ഫോമിനും ഓക്കെ ആയി. അങ്ങനെയാണ് നമ്മൾ ഓളവും തീരവും എന്നുള്ള ആ ഡിസിഷനിലേക്ക് വരുന്നത്. പിന്നെ അന്ന് ചെയ്ത പോലെയല്ലോ ഇന്ന് അദ്ദേഹത്തിന്റെ വിഷനിലൂടെയാണ് നമ്മളിത് കാണാൻ പോണത്. പ്രിയൻ സാറിന് എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്, അതെ, അത് വളരെ അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ആ സിനിമ. പിന്നെ ലാൽ സാർ പറയാതെ പറ്റില്ല, ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ആ എന്താ പറയാ തൊമ്മൻകുത്ത് പുഴയിലിറങ്ങി എല്ലാം ചെയ്തത്. ഞങ്ങൾ ഡ്യൂപ്പും ഡൈവേഴ്സും ടീമും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഞങ്ങൾക്കൊക്കെ. ഭയങ്കര സത്യം പറഞ്ഞാൽ ആ 2 ദിവസം അടിയൊഴുക്ക് മാത്രമല്ല, ഈ അടിയിൽ കാണില്ല, പുഴ കലങ്ങി കിടക്കുക. അപ്പൊ അടിയിൽ മൂർച്ചയുള്ള കല്ലുകളും പാറയും പിന്നെ പഴയ മരത്തിന്റെയൊക്കെ മൂർച്ചയുള്ള സ്റ്റമ്പൊക്കെ ഉണ്ടാവും. ഇത് അപ്പൊ നമ്മള് പ്രിയൻ സാറും പറഞ്ഞു വേണ്ട, അത് ഡ്യൂപ്പ് വെച്ച് ചെയ്താൽ മതി. പക്ഷെ ലാൽ സാറിന് നിർബന്ധമായിരുന്നു, വേണ്ട ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം അത് കഴിയുന്ന ഒരു സത്യം പറയാൻ നമുക്ക് ടെൻഷനായിരുന്നു. എന്തെങ്കിലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റ് അവര് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നും സംഭവിക്കരുതേ എന്ന് സത്യത്തിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വെള്ളത്തിൽ ചാടിയ ചുറ്റും ആളുകൾ ചാടി വെയിറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവുമോ എന്നുള്ളത്. സോ ഇറ്റ് വെരി അതിന്റെ ചിത്രീകരണം സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രിയദർശൻ, മോഹൻലാൽ, സാബു സരൾ, സന്തോഷ് ശിവൻ, എൻ്റെ ദൈവമേ, കലാവാനിയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. എങ്ങനെയായിരുന്നു മാം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ആ സെറ്റിൽ വന്നപ്പോഴാണ് നമുക്ക് വി റിയലൈസ്ഡ് അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിക്കുകയാണെന്നുള്ളത്. അവരൊരുമിച്ച് ഇത്രയും പേര്, അതൊരു ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ എന്താ പറയുക, സന്തോഷ് ശിവൻ സാറിനെ കുറിച്ച് ഞാൻ അധികമൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഹീസ് വാട്ട് ഹീ ഈസ്. അദ്ദേഹം എന്താ പറയുക, പിയർ ആന്റണി വരെ നേടിക്കഴിഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ സാബു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത് ഈ സെറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്കിൾ എ വിൻസെൻ്റ് ആയിട്ട് എൻ്റെ അച്ഛന് വളരെ അടുപ്പമുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇത്രയും എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഇത്രയും നമ്മളുടെ കൂടെ നിന്ന് സഹകരിച്ച ഒരു വ്യക്തി. അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് വലിയ തടി ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ കെട്ടിക്കൊണ്ടുപോകുന്ന പുഴയിലൂടെ ഒഴുക്കിയെടുക്കുന്ന തടി, അതിന് പലതരം മെറ്റീരിയൽസ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തു. ചിലത് വെയിറ്റ് കൂടിയാൽ താന്നു പോവും, വെയിറ്റ് കുറഞ്ഞാൽ വല്ലാതെ ഫ്ലോട്ട് ചെയ്യും. ഇത് കറക്റ്റ് വെള്ളത്തിലിട്ടാൽ അത് ഹാഫ് പൊങ്ങി കിടക്കുന്ന തരത്തിലുള്ള. അപ്പം ഇതൊക്കെ അദ്ദേഹം ഒരുപാട് അദ്ദേഹം 10-12 ദിവസം മുന്നേ വന്ന് തൊടുപുഴയിൽ താമസിച്ച് ഡെയിലി സെറ്റ് ലൊക്കേഷനിൽ പോയി ഇത് പ്ലാൻ ചെയ്ത് ഇതിന് എന്ത് മെറ്റീരിയൽ വേണം എന്നൊക്കെ ഓരോന്നും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് സച്ച് എ സീനിയർ പേഴ്സൺ ലൈക്ക് ഹിം, അത് നമുക്ക് പറയാൻ സമ്മതിക്കാതെ പറ്റില്ല. ഗ്രേറ്റ്.